തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയെന്ന കേസ് ആന്റണി രാജുവിന് കുരുക്കായി. അദ്ദേഹം കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തെ കുറ്റവാളി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ സംഭവം, അതായത് മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ശ്രീ ആന്റണി രാജു ഈ കേസിൽ കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കുന്നതോടുകൂടി പിണറായി സർക്കാരിന് ഒരു പ്രതിസന്ധി കൂടി ഉണ്ടായിരിക്കുകയാണ്. ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം എന്താകും എന്നറിയില്ല. തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 3-4 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഴുവൻ പ്രതിച്ഛായയും തകർന്ന് വലിയ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമായ പിണറായി സർക്കാരിന് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ആയി ഈ സംഭവം. പണ്ടേ ദുർബല, അതീ കൂടെ ഗർഭിണി എന്ന മട്ടിൽ സർക്കാർ ഏന്തി വലിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ തലയ്ക്ക് തന്നെ അടികിട്ടിയ, കൃത്യം തലമണ്ടയ്ക്ക് തന്നെ അടികിട്ടിയ അനുഭവമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എന്തായാലും 1990-ൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ് ഇത്. അതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. 1990-ൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലായി. ആൻഡ്രൂ സാൽവദോർ എന്ന് പറയുന്ന ഇയാൾ തൻ്റെ ധരിച്ചിരുന്ന അടിവസ്ത്രത്തിനുള്ളിൽ 2 പാക്കറ്റുകളിലായിട്ട് ലഹരി മരുന്ന് സൂക്ഷിച്ചിരുന്നു. ഇത് കണ്ടെത്തിയ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് ശരീരപരിശോധനയ്ക്കിടെ കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നീട് IPS ഒക്കെ കിട്ടിയ ജയമോഹൻ എന്ന ആ കേരള പോലീസിലെ സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ ആൻഡ്രൂ സാൽവദോറിന് വേണ്ടി ഹാജരായത് ഒരു വനിതാ അഭിഭാഷകയാണ്. അവരിന്ന് ജീവിച്ചിരിപ്പില്ല. അവരുടെ ജൂനിയറായിരുന്നു അന്ന് ആന്റണി രാജു. അന്ന് ജൂനിയറായിരുന്ന ആന്റണി രാജു കോടതിയിലെ ബെഞ്ച് ക്ലർക്കിനെ സ്വാധീനിച്ച് ഈ തൊണ്ടി മുതൽ വാങ്ങുകയും അത് വെട്ടി ചെറുതാക്കി ഒരു ചെറിയ ജട്ടിയാക്കി തിരിച്ച് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് കോടതിയിൽ പിന്നീട് ഹാജരാക്കിയത്. ഈ തൊണ്ടി മുതൽ ഈ ആളിൻ്റേത്, ഈ ആൻഡ്രൂ സാൽവദോറിന് ധരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് കോടതി സാൽവദോറിനെ കുറ്റവിമുക്തനാക്കി. എന്നാൽ മറ്റൊരു കേസിൽ പിടിയിലായി ഇയാൾ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ സഹതടവുകാരനോട് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തി. 94-ൽ ആ സഹതടവുകാരൻ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് 2ാമത് കേസെടുക്കുകയും ഒക്കെ ചെയ്തു. അത് അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ ആന്റണി രാജുവിനെതിരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹനും പ്രോസിക്യൂഷനും വളരെ ശക്തമായി രംഗത്ത് വന്നു. ഈ കേസിൽ ആന്റണി രാജുവിനെതിരെ അവർ നിലപാടെടുത്ത് മുന്നോട്ട് പോയി. ആന്റണി രാജുവിനെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കേരള ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ചു. അവിടെയെല്ലാം കനത്ത തിരിച്ചടിയായിരുന്നു ഫലം. നീണ്ട 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് മാറ്റി നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് വിചാരണ നടന്നത്. നീണ്ട 19 വർഷം വിചാരണയ്ക്കായിട്ട് എടുത്തു. എങ്കിലും ഒടുവിൽ വിധി വന്നിരിക്കുന്നു. വൈകി വന്ന വിധിയാണ്, പക്ഷേ നീതി നടപ്പായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം 409 തുടങ്ങിയ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുന്ന അല്ലെങ്കിൽ ആ കുറ്റങ്ങൾ ആരോപിക്കുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന അടക്കമുള്ള ഗൂഢാലോചന, ഈ തൊണ്ടി മുതലിൽ തിരിമറി നടത്തുന്നത് ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിൽ വിശ്വാസവഞ്ചന കുറ്റം മാത്രം നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറയുന്നു. പക്ഷേ ബാക്കിയുള്ള കേസുകളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ 14 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതി, അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആയിരിക്കില്ല, സെഷൻസ് കോടതി ആയിരിക്കും വിധി പറയുക. ഈ കേസ് സെഷൻസ് കോടതിക്ക് വിധി പറയാൻ വേണ്ടിയിട്ട് മേൽക്കോടതിക്ക് കൈമാറും എന്നാണ് അറിയുന്നത്. വിധി ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്യും.
ഈ പറഞ്ഞതുപോലെ 1990 ഏപ്രിൽ 4 നടന്ന സംഭവമാണിത്. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജു പെട്ടു. MLA ആണ്, മുൻ മന്ത്രിയാണ്. 96 അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അന്ന് MLA ആയിട്ട് നയനാർ സർക്കാരിൽ ആന്റണി രാജു ഉണ്ടായിരുന്നു. പിന്നീട് 2001 അദ്ദേഹം മത്സരിച്ച് തോറ്റു. നമ്മുടെ MV രാഘവനാണ് അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം, അന്നത് തിരുവനന്തപുരം വെസ്റ്റാണ്, ഇന്നത്തെ തിരുവനന്തപുരം സെൻട്രലാണ്. ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ അതിരുകളിൽ. പക്ഷേ അന്ന് 2001 MV രാഘവൻ വിജയിച്ചു. അത് കഴിഞ്ഞ് 2006 ആന്റണി രാജു വീണ്ടും മത്സരിക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വന്നു. പക്ഷേ ഈ കേസ് ഡെമോക്ലേസിൻ്റെ വാൾ പോലെ ആന്റണി രാജുവിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ VS അച്യുതാനന്ദൻ അതിശക്തമായ പ്രതിരോധം രേഖപ്പെടുത്തിയതോടുകൂടി ഈ സംഭവം ആകെ വിവാദമായി. ആന്റണി രാജുവിന് മാറി നിൽക്കേണ്ടി വന്നു. അന്ന് സുരേന്ദ്രൻ പിള്ളയാണ് ആന്റണി രാജുവിന് പകരം മത്സരിച്ചത്. തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന് അദ്ദേഹം ജയിച്ചു. 2011 VS ശിവകുമാർ മത്സരിച്ച് ജയിച്ചു. 2016 ആന്റണി രാജു വീണ്ടും മത്സരിച്ചു. 2011 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VS സുരേന്ദ്രൻപിള്ള തന്നെയാണ് മത്സരിച്ചത്. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു. അതിനുശേഷം 2016 വീണ്ടും ഇദ്ദേഹം ഇവിടെ നിന്ന് മത്സരിച്ചു. അന്ന് VS ശിവകുമാർ തന്നെയാണ് അന്നും ജയിച്ചത്. എന്നാൽ 2021 ആന്റണി രാജു ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. MLA ആയി. ഒരു 2.5 വർഷത്തോളം അദ്ദേഹം ഗതാഗത മന്ത്രിയും ആയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ 2.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ശ്രീ KB ഗണേഷ് കുമാറിന് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. ആന്റണി രാജു വെറുമൊരു MLA ആയി തുടരുന്നു. എന്നാൽ ഈ LDFനുള്ളിലെ ഈ സമവാക്യങ്ങളൊന്നും തന്നെ ഇന്ന് ഈ കേസിൽ ആന്റണി രാജുവിനെ രക്ഷിക്കാൻ പ്രാപ്തമായില്ല. അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം 2ാം പ്രതിയായിരുന്നു. ഈ ജോസ് എന്ന് പറയുന്ന കോടതി ജീവനക്കാരനാണ് ഇതിലെ 1ാം പ്രതി. 2 പേരെയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ശിക്ഷ പുറത്തു വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പിണറായി സർക്കാർ വലിയ വെല്ലുവിളികൾക്കിടയിലൂടെ കടന്നു പോകുന്ന പിണറായി സർക്കാർ തീർച്ചയായിട്ടും ഇത് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. ഒരു ജനവിരുദ്ധ സർക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അഴിമതിക്കാരെയും കുഴപ്പക്കാരെയും സംരക്ഷിക്കുന്ന സർക്കാർ എന്ന ചീത്തപ്പേര് സർക്കാരിനെ തീർച്ചയായിട്ടും വേട്ടയാടും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 4 മാസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ. ഇത് ജനുവരിയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയിലെ MLA ആയ ആൾ ഇത്തരമൊരു കേസിൽ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുന്നതോടെ അത് സർക്കാരിനും മുന്നണിക്കും വലിയ സമ്മർദ്ദം ചെലുത്തും. തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുപക്ഷം ഇനി മത്സരിക്കേണ്ട എന്നൊരു സാഹചര്യം പോലും ഉണ്ടാകും എന്ന് തീർച്ചയാണ്.